بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-അല്ലാമ ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് രചിച്ച ഫവായിദു മുസ്തംബതത്തുൻ മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഫവായിദുകൾ, ആ ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കിതാബ് ആരംഭിച്ചപ്പോൾ അതിൽ ആദ്യ ഭാഗത്ത് പറയുന്ന വിഷയം ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ള സ്വപ്നവ്യാഖ്യാനം, ആ ഇൽമിനെ കുറിച്ചും അതെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതിനെ കുറിച്ചുമാണ്. അതിൽ ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ള രണ്ട് സ്വപ്നങ്ങൾ, ഒന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം കണ്ട സ്വപ്നവും, രണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒപ്പം ജയിലിൽ കിടന്നിരുന്ന രണ്ടാളുകൾ കണ്ട സ്വപ്നവും അതിനെ വ്യാഖ്യാനിച്ച രീതിയുമാണ് പറഞ്ഞത്. ഇനി അൽ ഫസ്ലു സാനി, കിതാബിലെ രണ്ടാമത്തെ ഭാഗത്തിൽ വഅമ്മാ റുയൽ മലിക്, രാജാവിന്റെ സ്വപ്നം, അതായത് മിസ്രിൽ അന്ന് ഭരിച്ചിരുന്ന രാജാവിന്റെ, ഏതൊരു നാട്ടിലെ ജയിലിലാണോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കിടന്നത് അവിടുത്തെ രാജാവ് കണ്ട സ്വപ്നവും ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വ്യാഖ്യാനിച്ച് തഅ്വീൽ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയാണ് പറയുന്നത്. فإنه رأى 7 بقرات سمان يأكلهن 7 بقرات عجاف و7 سنبلات خضر يأكلهن ويستولي عليهم 7 سنبلات يابسات ضعيفات. രാജാവ് കണ്ട സ്വപ്നം എന്താണ്? 7 നല്ല തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞുണങ്ങിയ 7 പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ 7 നല്ല വിളവുള്ള തരത്തിലുള്ള ഒരു കതിരും, അതുപോലെ തന്നെ 7 ഉണങ്ങിയ കതിരുകൾ അതിന്റെ മുകളിലായിട്ട്, അതിനേക്കാൾ ഉയർന്നതായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ. ഇതാണ് രാജാവ് കണ്ട സ്വപ്നം. وجمع لها كل من يظن فيه المعرفة فلم يكن عند أحد منهم علم بتعبيرها. ഈ ഒരു സ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് രാജാവിന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ, അവർക്ക് അതിനെപ്പറ്റി ഒരു വ്യാഖ്യാനവും പറയാനുണ്ടായിരുന്നില്ല. വഖാലു, അവരെല്ലാവരും പറഞ്ഞത് അദ്ഗാസു അഹ്ലാമിൻ വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ഇത് വെറും നിരർത്ഥകമായിട്ടൊരു സ്വപ്നമാണ്, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സ്വപ്നങ്ങളെ കുറിച്ച് ഒന്നും അറിവില്ലാത്തവരാണ് എന്ന് രാജാവിന്റെ സദസ്സിൽ സന്നിധിയിൽ ഉണ്ടായിരുന്ന അറിവുള്ള ആളുകളെല്ലാം പറഞ്ഞു. വബഅദ ഹാദാ, ഇതിനുശേഷം ഇങ്ങനെ ആളുകളോട് ചോദിച്ച ആളുകൾക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് തഫത്തന അല്ലദീ ഖറജ മിന അസ്സിജ്ൻ لحالة بيوسف وما هو عليه من العلم علم العظيم والعلم بالتعبير. അപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തായ ഒരാളുണ്ടല്ലോ, ജയിലിൽ നിന്ന് രാജാവിന്റെ അടുക്കലേക്ക് വീണ്ടും പുറത്തു വന്ന ആൾ, അയാൾ ആരെ കുറിച്ച് ഓർക്കുന്നത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള ഈ മഹത്തായ അറിവുണ്ട് എന്ന കാര്യം ഓർക്കുന്നത്. وتفطن لوصيته التي أنساه الشيطان ذكر ربه لحكمة قد فصح أمرها. അപ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ വരുന്നത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് പറഞ്ഞിട്ടുണ്ട്? ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? രാജാവിനോട് എന്റെ അവസ്ഥയെ പറ്റി പറയണം. കാരണം രാജാവിന്റെ കോടതി നിയമങ്ങളൊന്നുമില്ലാതെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിലിൽ അടച്ചിട്ടുള്ളത്. അത് അസീസിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലൂടെ ജയിലിൽ അടച്ചിട്ടുള്ളത്, വിചാരണയോ ഒന്നുമില്ലാതെയാണ്. അപ്പൊ രാജാവിന്റെ അടുത്ത് എന്റെ കാര്യം അറിയിക്കണം എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇയാൾ മറന്നുപോയി. അതപ്പോഴാണ് ഓർമ്മ വന്നത്. وأنه لا يخرج من السجن إلا بعد اشتهاره وتميزه العظيم على الناس كلهم بتعبير رؤيا الملك. കാരണം എന്താണ്? അതിന് പിന്നിൽ വലിയൊരു ഹിക്മത്ത് ഉണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പുറത്തു വരുന്നത് എന്തായിരിക്കണം? ആളുകൾ അറിയുന്ന, രാജാവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം പുറത്തു വരേണ്ടത് എന്നുള്ള അള്ളാഹുവിന്റെ ഹിക്മത്താണ് അതിന്റെ പിന്നിൽ.
فطلب هذا الرجل من الملك أن يرسله إلى يوسف. അപ്പോൾ ഈ വ്യക്തി, രാജാവിന് മദ്യം പിഴിഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോ രാജാവിനോട് അനുവാദം ചോദിച്ചു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് അയക്കാൻ, അഥവാ സ്വപ്നം വ്യാഖ്യാനം അറിയുന്ന ഒരാളെ എനിക്കറിയാം. وأنه كفيل بمعرفة تفسيره فلما جاء يوسف قال له. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, സൂറത്ത് യൂസുഫിലെ 46-ാമത്തെ ആയത്തിൽ, യൂസുഫ് അയ്യുഹ الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف وسبع سنبلات خضر وأخرى يابسات. ഈ കണ്ട സ്വപ്നത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണം. ഈ തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ പശുക്കൾ ഭക്ഷിക്കുന്നതും അതുപോലെ നല്ല കതിരുകളുള്ള ധാന്യങ്ങളും അതുപോലെ ഉണങ്ങിയതും, ഇതെന്താണ് സ്വപ്നം എന്ന് പറഞ്ഞു തരണം. فإن الملك والناس معه أرسلوني إليك لتفسرها لهم وهم في انتظار ذلك متشوقين إليه غاية التشوق. എന്നിട്ട് പറഞ്ഞു, രാജാവും ജനങ്ങളും നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഈ ഒരു വ്യാഖ്യാനം കിട്ടാൻ വേണ്ടി അവരങ്ങേയറ്റം കൊതിച്ച് കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് ആ വന്ന വ്യക്തി പറഞ്ഞത്, ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ, ഞാൻ ജനങ്ങളിലേക്ക് മടങ്ങട്ടെ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുമല്ലോ. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാ അഹമ്മൽ മലിക് വസ്അജഹു വലാഅഹു, രാജാവും ജനങ്ങളും ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. ففي الحال فسرها يوسف عليه السلام وزادهم مع التفسير حسن العمل بها وحسن التدبير. യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ആ സ്വപ്നത്തെ ഏറ്റവും നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിന്റെ പരിഹാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തു. فأخبرهم أن البقر السمان والسنابل السبع الخضرات هي سنون رخاء وخصب متواليات تتقدم على السنين المجدبات. ആ 7 പശുക്കൾ, നല്ല തടിച്ചു കൊഴുത്ത പശുക്കളും അതുപോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ കതിരുകളും എന്നുള്ളത് നല്ല വിളവ് നൽകുന്ന നല്ലൊരു കാലം 7 വർഷമുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീടുള്ള 7 വർഷങ്ങൾ എന്നുള്ളത് വളരെ ദാരിദ്ര്യവും വരൾച്ചയുമുള്ള അവസ്ഥയാണ്. وأن البقر العجاف والسنابل اليابسات سنون جدب تليها وأن بعد هذه السنين المجدبات عام فيه يغاث الناس وفيه يعسرون. അപ്പൊ പിന്നീടുള്ള 7 ഉണങ്ങിയ പശുക്കൾ എന്നും പറഞ്ഞാൽ വരൾച്ചയുള്ള 7 വർഷമാണ്. അതിനുശേഷം ഒരു വർഷം വരും, അതിൽ ധാരാളം മഴയും വിളവുകളുമെല്ലാം ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഉണ്ടാവുക. ഇതാണ് ആ സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. وأنه ينبغي لهم في السنين المخصبات أن ينتهزوا الفرصة ويعدوا العدة للسنين الشديدات فيزرعون زروعا هائلة أزيد بكثير من المعتاد. എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു, ഈ 7 വർഷം വരുന്ന ആദ്യത്തെ 7 വർഷത്തിൽ അവർ അങ്ങേയറ്റം പണിയെടുക്കുകയും ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു കാലത്തിന് ആവശ്യമായിട്ടുള്ള ഞെരുക്കത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരുമിച്ച് കൂട്ടുകയും വേണം. അവിടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, സൂറത്ത് യൂസുഫിലെ 47-ാമത്തെ ആയത്തിൽ, തസ്റഊന 7 സിനീന ദഅബ, 7 വർഷം നിങ്ങൾ തുടർച്ചയായി എന്ത് ചെയ്യണം? കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം. സാധാരണ കൃഷിയെല്ലാം ചെയ്യുമ്പോൾ ഒരു കാലം, കൃഷിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിച്ചിടുന്നൊരു സമയം ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ 7 വർഷത്തിൽ ഏതാണോ ആ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന കായ്ക്കനി അതനുസരിച്ചുകൊണ്ട് കൃഷി പരമാവധി അതിനെ ഉപയോഗിക്കണം. വമിനൽ മഅലൂം, അതിൽ അറിയപ്പെട്ട കാര്യമാണ്, അന്ന ജമീഅ സിനീന യസ്റഉൻ നാസ്, എല്ലാ വർഷവും ജനങ്ങൾ അവിടെ കൃഷി നടത്തണം. ലാകിന്നഹു അറാദ മിൻഹും അൻ യസ്റഉ സുറൂഅൻ കസീറതൻ വയബ്ദലു ഖുവാഹും ഫീ കുല്ലി മാ യഖ്ദിറൂന അലൈഹി, അഥവാ പരിപൂർണമായിട്ട് അവർ കൃഷി നടത്താറുണ്ട്, പക്ഷെ ഒന്നുകൂടി ശക്തമായി അതിനെ എല്ലാ കഴിവും ഉപയോഗിച്ച് ചെയ്യണം. وأنهم يحتاطون في الغلات إذا حصلت بالتحسين والاقتصاد, അങ്ങനെ വിളവെടുത്തു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്നത് ഒരു മിതമായിട്ടായിരിക്കണം, അഥവാ ഇനിയുള്ള കാലത്തിന് കൂടി എടുത്തു വെക്കണം എന്നുള്ള ബോധത്തിൽ. ഫഖാല, യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫമാ ഹസത്തും ഫദറൂഹു ഫീ സുംബുലിഹി ഇല്ലാ ഖലീലൻ മിമ്മാ തഅകുലൂൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കി അതിൽ സൂക്ഷിച്ചു വെക്കണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് احفظوا الحاصلات من الزرع حفظا تسلم به من الفساد والسوس بأن تبقى في سنابلها ويقتصدون في هذه المدة مدة الرخاء فلا يسرفون في الإنفاق بل يأكلون القليل ويحفظون الكثير. അഥവാ
ആവശ്യമായത് ഭക്ഷിച്ചിട്ട് ബാക്കിയുള്ളത് കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്ന രീതിയിലായിരിക്കണം ആദ്യത്തെ വർഷങ്ങളിൽ ഉപയോഗിക്കേണ്ടത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് وَإِنَّ بَعْدَ هَذِهِ السِّنِينِ الْمُخْصِبَاتِ سَيَأْتِي عَلَيْكُمْ 7 سِنِينَ مُجْدِبَاتٍ شَدِيدَاتٍ. ഈ ആദ്യത്തെ 7 നല്ല വിളവ് ലഭിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഞെരുക്കമുള്ള വർഷങ്ങളാണ് വരിക. 7 വർഷം. تشمل الديار المصرية وما حولها وإنها تأكل ما قدم لها مما حفظ في سنين الخصب إلا قليلا مما تحسنون. അതായത് ഈ 7 വർഷം ആദ്യത്തെ 7 വർഷം എടുത്തു വെച്ചതല്ലാതെ ഒന്നും ലഭിക്കാത്ത രീതിയിൽ മിസ്റും അതിനു ചുറ്റുമുള്ള നാടുകളും കഷ്ടപ്പാടിലാകുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നീട് ഉണ്ടാവുക. ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം വ്യാഖ്യാനിച്ചു കൊടുത്തത്. ആ സ്വപ്നത്തെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തത് ഈ രീതിയിലാണ്. ഇനി എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ, അഥവാ ഇതിൽ ചർച്ച ചെയ്യുന്ന എന്താണ് ഇപ്പൊ വിഷയം? സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള ഇൽമ് അതെങ്ങനെയാണ് നടത്തുന്നത് എന്നാണ്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് വവജ്ഹുൽ മുനാസബ, ഇതെങ്ങനെയാണ് ഇത് വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്? അന്നഹു കമാ തഖദ്ദമ അന്ന الرؤيا تعبر بحال الراعيها. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ആരാണ് കണ്ടത്, കണ്ട സാഹചര്യം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ പരിഗണിക്കും. അപ്പൊ ഈ സ്വപ്നം കണ്ടത് ആരാണ്? രാജാവാണ്. والمناسبات المتعلقة بها فكالرائي لها الملك الذي تتعلق به أركان الرعية وأمورها. കാരണം ഇവിടെ രാജാവാണ് സ്വപ്നം കണ്ടിട്ടുള്ളത്. രാജാവ് സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ രാജാവിന് ആ നാടിന്റെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം ആ വ്യക്തിയിലേക്ക് മാത്രം ബാധിക്കുന്ന ഒന്നാകില്ല, മൊത്തം ജനങ്ങൾക്ക് ബാധിക്കുന്നതായിരിക്കും. ولهذا كانت رؤياه ليست خاصة له بل تشمل الناس والرعية. അപ്പോ രാജാവ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാജാവിന് മാത്രമല്ല മൊത്തം ജനങ്ങൾക്ക് ബാധകമാകുന്ന ഒരു കാര്യമാണ്. ഇനി ووجه المناسبة في تفسير البقرات والسنابل بالسنين ظاهرا في البقر من وجهين. ഇവിടെ പശുവിനെയും അതുപോലെ തന്നെ ഈ കതിരുകളെയും കണ്ടത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ വ്യാഖ്യാനിച്ചത് ഈ കഷ്ടപ്പാടും അതുപോലെ നല്ല വിളവ് ലഭിക്കുന്നതാണ് എന്നുള്ളത്? അത് 2 രീതിയിലാണ്. അഹദുഹുമ, ഒന്നാമത്തേത് أنها هي التي في الغالب يحرث عليها الأرض والحروث والزروع وتوابعها تبع للسنين في خصبها وجدبها. കാരണം ഈ ബക്കർ പശുക്കൾ എന്നുള്ളത് ധാരാളമായി അന്ന് ഈ കൃഷിയിലും മറ്റുമെല്ലാം ഉപയോഗിച്ചിരുന്ന ജന്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ആ പശുവിനെ കാണിച്ചത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. والوجه الثاني, രണ്ടാമത്തെ ഒന്ന് البقر من المواشي التي ثمنها وعجفها تبع للسنين أيضا فإذا أخصبت سمنت وإذا جدبت عجفت وهزلت. അതായത് പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതുവായിട്ട് ജീവിക്കുന്ന ജന്തുക്കളാണ്. അപ്പൊ നല്ല വിളവും നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തുണ്ടാവും? പശുക്കൾ നല്ല തടിച്ചു കൊടുത്ത അവസ്ഥയിലായിരിക്കും. വിളവെല്ലാം കുറഞ്ഞ് വരൾച്ചയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ശോഷിച്ച അവസ്ഥയിലുമായിരിക്കും. وكذلك السنابل تزهو الزروع وتكمل وتنمو مع كثرة الماء والسنين المخصبات. അതുപോലെ തന്നെ വിളവ് എന്നുള്ളത് നല്ല വെള്ളം ലഭിക്കുന്ന നല്ലൊരു അവസ്ഥയിലാണെങ്കിൽ ധാരാളം വിളവ് ലഭിക്കുന്ന കൃഷിയെല്ലാം നല്ല രീതിയിലായിരിക്കും. അതുപോലെ തന്നെ വരൾച്ചയുള്ള കാലത്താണെങ്കിൽ അത് ദുർബലമായിക്കൊണ്ടിരിക്കും. فكانت رؤياه في البقر والسنابل من أوصاف السنين وآثارها ومن ذكر الوسائل والغايات. അതുപോലെ തന്നെ ഈ 2 കാര്യങ്ങൾ, പശുവിനെയും ഈ ചെടികളെയും പറ്റി പരാമർശിക്കുമ്പോൾ ഈ വർഷങ്ങളുടെ അഥവാ ഇനിയുള്ള കാലങ്ങളെ ഈ ഒരു അവസ്ഥയിലായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഈ 2 കാര്യങ്ങളെ കൊണ്ട് സാധിക്കുന്നു. പശുക്കളും അതുപോലെ കൃഷിയിടം എന്നുള്ളത് ഈ വരൾച്ചയെയും അതുപോലെ തന്നെ നല്ല സമ്പൽ സമൃദ്ധിയെയും അറിയിക്കുന്നു എന്ന് മനസ്സിലാക്കാം. فالحرث للأراضي وسيلة ونمو الزرع وحصول الثمن في المواشي هو لغاية من ذلك والمقصود. ഇവിടെ കൃഷി നടത്തുക എന്നുള്ളതെല്ലാം ഒരു വസീലയാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്താണ്? നല്ല കായ്ക്കനികൾ ഉണ്ടാകലും അതുപോലെ തന്നെ കന്നുകാലികൾ നല്ല ഭക്ഷിച്ച് നല്ല കൊഴുപ്പ് നിറഞ്ഞ നല്ല അവസ്ഥയിൽ അവരുണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. കൃഷി എന്നുള്ളത് അതിനുള്ള മാർഗമാണ്. അപ്പൊ ഈ സ്വപ്നം ഈ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്ന മാർഗം തടയപ്പെടും എന്ന് അറിയിക്കുന്നതായിട്ട് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്നാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് ഒരു ഇൽമാണ്.
അതിനെ ഇന്നും ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ, ചില ഉലമാക്കൾ ദർസിലിരുന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, മുൻഗാമികളായ ചില പണ്ഡിതന്മാരുടെ കിതാബുകളും ആ വിഷയത്തിലുണ്ട്. ആധുനികരായ ചിലരും ആ രീതിയിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അതൊരു ഇൽമാണ്. അതുപോലെ തന്നെ എന്നിട്ട് പിന്നെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് വമ്മാ ഖൗലുഹു, എന്നിട്ട് അവസാനം പറഞ്ഞ വാക്ക് സൂറത്ത് യൂസുഫിലെ 49-ാമത്തെ ആയത്ത് ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. അപ്പോൾ ഈ 7 വർഷങ്ങൾ 14 വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു പിന്നെ ഒരു വർഷം വരും. ആ വർഷത്തിൽ ധാരാളം ആളുകൾക്ക് ആവശ്യമായ നിലക്ക് നല്ല മഴയുണ്ടാവുകയും ആളുകൾക്ക് നല്ല വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഐ യഹ്സുലു ലിന്നാസി ഫീഹി ഗൈതുൻ മുഗീസുൻ തുഈദു അൽഅറാദി ഖസ്ബഹാ വയസൂലു അൻഹാ ജദ്ബുഹാ വദാലിക മഖൂദുൻ മിൻ തഖീദി സിനീൻ അൽമുജ്ദിബാത് ബിസ്സബ്. കാരണം ഈ ആദ്യത്തെ 7 വർഷം കഴിഞ്ഞ് പിന്നത്തെ 7 വർഷം വരൾച്ചയുടെ കാലത്തിന് ശേഷം നല്ലൊരു മഴ ലഭിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വിളവെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. കാരണം ഒരു ഭൂമിയിൽ കുറഞ്ഞ കാലം പിന്നെ വിളവൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ കൂടി ആ മുൻപ് നടന്ന കൃഷിയുടെ ബാക്കിയുള്ള ചില അസറുകൾ അതിലുണ്ടാകും. 7 വർഷം പറഞ്ഞ വലിയൊരു കാലയളവാണ്. അതിനുശേഷം വീണ്ടും ഈ കൃഷി ഉണ്ടാവണമെങ്കിൽ നല്ലൊരു മഴ തന്നെ ആവശ്യമായിട്ട് വരും. فدل هذا القيد على أنه يلي هذه السبع ما يزيل شدتها ويرفع جدبها ومعلوم أن توالي 7 سنين مجدبات لا يبقى في الأرض من آثار الخضر والنوابت والزروع ونحوها لا قليلا ولا كثيرا. നേരത്തെ പറഞ്ഞതാണ്, അഥവാ 7 വർഷം കൃഷിയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലാതെ വരണ്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. ولا يرفع هذا الجدب العظيم إلا غيث عظيم وهذا ظاهر جدا അഖ്ദുഹു മിൻ റുയൽ മലിക്. കാരണം പിന്നെ നല്ലൊരു മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷിയിൽ മുളച്ചു വരുള്ളൂ. അതും രാജാവിന്റെ സ്വപ്നത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കി. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ചില തഫ്സീറുകളിൽ ഈ അവസാനത്തെ വർഷത്തെ സ്വപ്നവ്യാഖ്യാനുണ്ടല്ലോ, ചില തഫ്സീറുകളിൽ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. അത് പ്രത്യേകം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വഹി നൽകപ്പെട്ടിട്ട് പറഞ്ഞതാണ്, അല്ലാതെ അത് സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്ന് നല്ല ഒരു മഴ വർഷിച്ചിട്ടുണ്ട്, നല്ലൊരു പിന്നെ വിളവെടുപ്പ് അതിനുശേഷം നടന്നിട്ടുണ്ട് എന്ന് കിട്ടില്ല എന്ന് പല തഫ്സീറിലും കണ്ടതായിട്ട് ഇമാം സഅദി പറയുകയാണ്. പക്ഷേ അത് ശരിയല്ല. കാരണം ആ ആയത്തിൽ നിന്ന് തന്നെ നല്ല മഴ വർഷിച്ചിട്ടുണ്ട് എന്ന് കിട്ടും. കാരണം എന്താണ്, 7 വർഷത്തെ ആ ഗ്യാപ്പ് വന്നതുകൊണ്ട് നല്ലൊരു മഴ ഉണ്ടെങ്കിലേ പിന്നെ എന്തുണ്ടാവുള്ളൂ, ചെടികൾ മുളക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സ്വപ്ന വ്യാഖ്യാനം തന്നെയാണ്, അല്ലാതെ പ്രത്യേകം വഹി കൊണ്ട് പറഞ്ഞതല്ല എന്നത്. എന്നിട്ട് പറയാണ് എനിക്ക് മനസ്സിലാക്കണം അന്ന റുഅൽ മലിക് وتعبير يوسف لها وتدبيره ذلك التدبير العجيب من رحمة الله العظيمة على يوسف وعلى الملك وعلى الناس. അവിടെ രാജാവിന്റെ സ്വപ്നവും അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിനെ വ്യാഖ്യാനിച്ചതും യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ കാര്യങ്ങളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെയും രാജാവിന്റെ മേലെയും ജനങ്ങളുടെ മേലെയും അള്ളാഹുവിന്റെ മഹത്തായിട്ടുള്ള അനുഗ്രഹമാണ്. ഫലൗലാ ഹാദിഹി റുഅയ, ഈ സ്വപ്നം ഇല്ലായിരുന്നുവെങ്കിൽ وهذا التعبير والتدبير لهجمت على الناس السنون المجدبات قبل أن يعدوا لها عدتها فيقع الضرر الكبير على الأقطار المصرية وعلى ما جاورها. അഥവാ ഈ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ വ്യാഖ്യാനമില്ലായിരുന്നെങ്കിൽ, ആ നിലയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിനെ കൈകാര്യം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ജനങ്ങൾക്കും ആ നാടിനും അതുപോലെ ചുറ്റുമുള്ള നാടുകൾക്കും വലിയൊരു ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഉണ്ടാകുമായിരുന്നത്. ഫസാറ ദാലിക റഹ്മതൻ ബിഹിം വബിഗൈരിഹിം മിനൽ ഖൽഖ്. അത് ആ സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ കാരുണ്യമായിട്ട് മാറി. അലാ തറ കൈഫ ശമല الجدب البلاد المصرية وشمل البلاد الشامية وفلسطين وغيرها حتى احتاجوا إلى الاغتيال من مصر. ഈ ആ സ്വപ്നം കണ്ടതിന്റെ ഫലമായിട്ട് അതിനു ചുറ്റുമുള്ള ഷാമിലും അതുപോലെ തന്നെ ഫിലിസ്തീനിലുമെല്ലാം ആ ദാരിദ്ര്യം ബാധിച്ചിട്ട് അവിടെ നിന്നെല്ലാം ആളുകൾ അവിടെ വന്ന് ധാന്യങ്ങൾ വാങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്ത് യൂസുഫിന്റെ അവസാനത്തിൽ യൂസുഫ് നബി അലൈഹി സഹോദരങ്ങൾ വന്നല്ലോ, അതെവിടെ നിന്നാണ്? മറ്റു നാട്ടിൽ നിന്നാണ്. അപ്പൊ ആ അവസ്ഥയിൽ അവർക്ക് കാരുണ്യം ലഭിച്ചു. വഹ്താജ യൂസുഫ് أن يقدر للجميع ويوزع عليهم توزيعا عادلا فيه الرفق بالجميع والإبقاء عليهم. യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? അങ്ങേയറ്റം കാരുണ്യത്തോടും ഔദാര്യത്തോടും കൂടി ചുറ്റുമുള്ള ആളുകൾക്കും അത് വീതിച്ചു കൊടുത്തു. وكان هذا العلم العظيم
അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള മഹത്തായിട്ടുള്ള ഈ അറിവ് മിൻ യൂസുഫ ഹുവ സബബുൽ അഅ്ബം ഫീ ഖുറൂജിഹി മിനസ് സിജ്ൻ, ആ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള വലിയൊരു കാരണമായി തീർന്നത് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള മഹത്തായിട്ടുള്ള ഒരു അറിവായിരുന്നു. മൊത്തത്തിൽ അറിവ് എന്നുള്ളത് എന്താണ്? അഫ്ളലായിട്ടുള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അറിവ് കൊണ്ട്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അറിവ് കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് പുറത്തു വന്നതും ഉന്നതമായ സ്ഥാനം നേടിയതും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം കൊണ്ടാണ് ഫിത്ന കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് എന്നുള്ളത്. അപ്പോ ഈ മഹത്തായ ഒരു അറിവ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതുപോലെ തന്നെ വതഖരീബിൽ മലിക് ലഹു മിൻ ഇഖ്തിസാസിഹി ബിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ രാജാവ് പ്രത്യേകം രാജാവിന്റെ ആളായി തെരഞ്ഞെടുത്തു. വതംകീനിഹി മിനൽ അർദ്, ഭൂമിയിൽ സ്വാധീനം കൊടുത്തു. യതബവ്വഉ മിൻഹാ ഹൈസു യശാ, എങ്ങനെ വേണമെങ്കിലും ആ നാടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. വഹാദാ മിൻ ഇഹ്സാനിഹി വല്ലാഹു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ഇത് അള്ളാഹു യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൽകിയ ഇഹ്സാനാണ്. അള്ളാഹുവിനോട് ആരാണോ ഇഹ്സാൻ ചെയ്യുന്നത് അവനോട് അള്ളാഹു എന്ത് ചെയ്യില്ല, അവന്റെ ആ മുഹ്സിനീങ്ങളുടെ പ്രതിഫലം അള്ളാഹു എന്ത് ചെയ്യില്ല, പാഴാക്കി കളയില്ല. അതായത് അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിക്കുന്നുവോ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നുവോ, തീർച്ചയായിട്ടും അള്ളാഹുവിൽ നിന്ന് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും സഹായവും നമുക്കുണ്ടാകും. വമഅ ഹാദൽ ഫദ്ലുല്ലാഹി അഅ്ളമു മിൻ ദാലിക്, ഇതുപോലെ തന്നെ ഈ ഒരു ഔദാര്യങ്ങൾ ലഭിച്ചു എന്നതിനേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഔദാര്യം. യുസീബു ബിറഹ്മതിഹി മൻ യശാ മിമ്മൻ യഖ്താർ വയഖ്തസ്സു വയജ്മഉ ലഹു ഖൈറദ് ദുനിയ വൽ ആഖിറ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ കാരുണ്യം നൽകുന്നു. അള്ളാഹു തെരഞ്ഞെടുക്കുന്നു, ദുനിയാവിലും പരലോകത്തും എല്ലാവിധ നന്മകൾക്കും വേണ്ടി തെരഞ്ഞെടുക്കുന്നു. അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സ്വപ്നം വ്യാഖ്യാനം, അതിനുള്ള രീതികളെ പറ്റിയാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്, രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചത്. ഇനി അടുത്ത ഫസ്ല് അൽ ഫസ്ലു الثالث വമിൻ ഫവായിദി ഹാദിഹിൽ ഖിസ്സ, ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ നിന്നുള്ള മറ്റു ചില ഫവായിദുകൾ പറയുകയാണ്. അന്നഹു യതഅയ്യനു അലൽ ഇൻസാനി അൻ യഅദില ബൈന ഔലാദിഹി, ഈ സൂറത്തിലൂടെ, ഈ കഥയിലൂടെ അല്ലാഹു തആല പ്രത്യേകം പഠിപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മക്കൾക്കിടയിൽ, ഒരാളുടെ മക്കൾക്കിടയിൽ അവരുടെ ഇടയിൽ നീതിപൂർവം സമമായിട്ട് തന്നെ അവരുടെ ഇടയിൽ നീതി കാണിക്കണം എന്നുള്ളത്. കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ധാരാളം മക്കൾ ഉണ്ടാവും. ആ മക്കൾക്കിടയിൽ പരസ്പരം ഒരുപോലെ തന്നെ നീതി കാണിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നുണ്ട്, അഅതാനി അബി അതിയതൻ, പിന്നെ എന്റെ ഉപ്പ എനിക്ക് ഒരു അതിയ, ഒരു സമ്മാനമായിട്ടൊരു കാര്യം നൽകി. فقالت عمرة بنت رواحة لا أرضى حتى تشهد رسول الله صلى الله عليه وسلم, അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, റസൂലുള്ള സാക്ഷ്യം വഹിക്കാതെ ഈ നൽകുന്നതിൽ ഞാൻ തൃപ്തിപ്പെടില്ല. فأتى رسول الله صلى الله عليه وسلم فقال, അങ്ങനെ ഉപ്പ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, إني أعطيت بني من عمرة بنت رواحة عطية, അമ്രത്ത് ബിൻത് റവാഹയിൽ എനിക്കുള്ള മകന് ഞാനൊരു അത്തിയ, ഒരു സമ്മാനമായിട്ടൊരു കാര്യം നൽകി, ഒരു കാര്യം നൽകി. ഫഅമറത്നി അൻ ഉഷ്ഹിദക യാ റസൂലല്ലാഹ്, പക്ഷെ അവര് പറഞ്ഞു, റസൂലെ നിങ്ങളെ സാക്ഷിയാക്കണം, ഈ നൽകുന്നതിന് നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, നീ നിന്റെ ബാക്കിയുള്ള മക്കൾക്കും ഇതുപോലെ നീ കൊടുത്തോ? ഖാല ലാ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഅദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ എന്ത് ചെയ്യുക, നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കുക. അദ്ദേഹം പിന്നെ ആ മകനിൽ നിന്ന് തിരിച്ച് വാങ്ങുകയുണ്ടായി. അപ്പൊ മക്കൾക്കിടയിൽ എല്ലാ തരത്തിലും നീതി കാണിക്കാൻ ഓരോ ആളുകളും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സൂറത്തിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയാം. وينبغي له إذا كان يحب أحدهم أكثر من غيره أن يخفي ذلك ما أمكنه وأن لا يفضله بما يقتضيه الحب من إيثار بشيء من الأشياء فإنه أقرب إلى صلاح الأولاد وبرهم به واتفاقهم فيما بينهم. ഓരോ വ്യക്തിക്കും ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ ആ മക്കളിൽ ഏതെങ്കിലും ഒരാളെ കൂടുതലായി ഇഷ്ടം തോന്നുന്നുണ്ട് എങ്കിൽ അത് മറച്ചു വെക്കുക, അവന് സാധിക്കുന്ന അത്രയും അത് മറച്ചു വെക്കണം, അത് ഗോപ്യമാക്കി വെക്കണം.
ഒരിക്കലും മറ്റുള്ള മക്കൾക്കിടയിൽ തന്റെ ഒരു മകനെ പ്രത്യേകം അല്ലെങ്കിൽ ഒരു മകളെ പ്രത്യേകം ഒരു പരിഗണന കൊടുക്കുന്ന ഇഷ്ടം കൊണ്ട് അവർ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൽകിക്കൊണ്ടോ കാണിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകരുത്. ഇത് മക്കൾ നന്നാവാനും മക്കൾക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ടാകാനും അവർക്ക് പുണ്യം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ മേലെ അധികാരമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നൽകുകയാണ്, പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവോ നൽകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടൊരു കാര്യമാണത്. പക്ഷേ നമുക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നുക എന്നുള്ളത് മനുഷ്യന്റെ അധികാരത്തിൽപ്പെട്ടൊരു കാര്യമല്ല. ചിലപ്പോൾ ചില മക്കള് ആ മക്കളുടെ സ്വഭാവം കൊണ്ട് അവനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ മോളോട് പ്രത്യേക ഒരു സ്നേഹം തോന്നും, അല്ലെങ്കിൽ ചില മക്കളുടെ പ്രവർത്തനം കൊണ്ട് ഒരു വെറുപ്പ്, ഒരു അകൽച്ച നമുക്ക് തോന്നാം. ഇത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടൊരു കാര്യമല്ല. നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുള്ളൂ? അത് കട്ട്മ ചെയ്ത് അത് മറച്ചു വെച്ച് ഗോപ്യമാക്കി ബാഹ്യമായി കാണിക്കുമ്പോൾ ഇഷ്ടം പോലെയുള്ള അതുപോലുള്ള വൈകാരികമായ കാര്യങ്ങളിൽ മക്കൾക്കിടയിൽ ഒരുപോലെ കാണിക്കുക എന്നുള്ളതേ സാധിക്കുള്ളൂ. എന്നാൽ നമ്മുടെ പൂർണ്ണമായി നമ്മുടെ അധികാരത്തിലുള്ള എന്തെങ്കിലും നൽകുന്ന വിഷയങ്ങളിലെല്ലാം അതെന്തെങ്കിലും കൃത്യമായി നമ്മൾ പാലിക്കണം. ഒരാൾക്ക് മാത്രം പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നൽകുകയോ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ സ്നേഹം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചിലവർക്ക് ഉണ്ടാവും, നമ്മുടെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല, നമുക്കത് മറച്ചു വെക്കലേ നടക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ് വലിഹാദാ ലമ്മ ളഹറ ലിഇഖ്വതി യൂസുഫ് من محبة يعقوب الشديدة ليوسف وعدم صبره عنه وانشغاله به عنهم. ഇവിടെ പറയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾക്ക് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അവരെക്കാൾ യൂസുഫ് നബിയോടുള്ള ഇഷ്ടം അത് വളരെ കൂടുതലാണെന്ന് മനസ്സിലായപ്പോ അതിലവർക്ക് ക്ഷമിച്ചു നിൽക്കാൻ പറ്റിയില്ല, അതവരെ അസ്വസ്ഥമാക്കി. സഅഫി അംരിൻ വഖീമിൻ, അങ്ങനെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ അവരൊരുങ്ങി. വഹുവ തഫ്രീഖ് ബൈനഹു വബൈന അബീഹി, എന്തായിരുന്നു അത് ചെയ്യാൻ ഉദ്ദേശിച്ചത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പായും തമ്മിൽ എന്ത് ചെയ്യണം? വേർതിരിക്കണം. അവർ തമ്മിൽ കാണാത്ത അവരെ അകറ്റണം. ഫഖാലു, സൂറത്ത് യൂസുഫിലെ 8-9 ആയത്തുകളിൽ ആ സഹോദരങ്ങൾ പറഞ്ഞ വാക്ക് അല്ലാഹു തആല പറയാണ്, ലയൂസുഫ് വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. നമ്മളെക്കാളും യാക്കൂബ് നബിക്ക് അലൈഹി ഇസ്ലാമിന് ഇഷ്ടം യൂസുഫിനെയും സഹോദരൻ ബുനിയാനുണ്ട്, വേറൊരു സഹോദരനുണ്ട്. ഇത് വേറെ ഉമ്മായിലുള്ള മക്കളാണെന്ന് കാണാം. ഇത് ഖസസുൽ അംബിയായിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം കൊടുക്കുന്നത് ഇത് അടിമ സ്ത്രീകളുള്ള മക്കളാണ് എന്ന് കാണാം. അല്ലാഹു അലം. ചരിത്രത്തിൽ കാണുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യമാരിലും സന്താനങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഓരോ ഭാര്യമാർ അടിമകളെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് നൽകുകയും ആ അടിമകളിലാണ് ഈ മക്കൾ ഉണ്ടായത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം ബിദായ വനിഹായ അതിൽ നിന്ന് എടുത്ത ഖസസുൽ അംബിയായിലെല്ലാം കൊടുത്ത് കാണാം. എന്നിരുന്നാലും വരെ ഉമ്മമാര് വ്യത്യസ്തമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്റെയും ഉമ്മ വേറൊരാളും ബാക്കിയുള്ള മക്കളുടെ ഉമ്മ വേറൊരാളും എന്ന് അല്ലാഹു അലം. അപ്പൊ അവര് പറഞ്ഞു, എന്തില്ല, ഈ ഉപ്പാക്ക് നമ്മളെല്ലാം ഇഷ്ടം, അവരെയാണ് കൂടുതൽ ഇഷ്ടം. ഉഖ്തുലു യൂസുഫ ഔ ഇത്റഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? യൂസുഫിനെ കൊല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിദൂരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വലിച്ചെറിയാം, തള്ളാം. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഉപ്പാക്ക് നമ്മളെ മാത്രം ഇഷ്ടമുള്ള അവസ്ഥയിൽ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യുന്നത് തെറ്റാണ്, അതിനുശേഷം തൗബ ചെയ്ത് നല്ല ആളുകളായി ജീവിക്കാം എന്നും അവര് പറഞ്ഞു. وهذا صريح جدا أن السبب الذي حملهم على ما فعلوا بيوسف من التفريق بينه وبين أبيه هو تميزه بالمحبة. ഇതിന് വ്യക്തമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും ഉപ്പയെയും യാക്കൂബ് നബിയെയും പരസ്പരം തെറ്റിക്കാൻ അവര് പ്രേരണയായ കാര്യം എന്താണ്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇഷ്ടത്തിൽ വ്യത്യാസം വന്നുകൊണ്ടാണ്. അതൊരു മനുഷ്യന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. കാരണം ഒരാളോട് കൂടുതൽ സ്നേഹം തോന്നുന്നത് സ്വാഭാവികമാണ്, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണത്. പക്ഷെ ആ മനുഷ്യനത് കത്തുമ ചെയ്യാനും മറച്ചു വെക്കാനും ക്ഷമ കാണിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ കാരണം എന്ന് ഈ ആയത്തിന് വ്യക്തമാണ്. خلاف ما ذكر كثير من المفسرين أن يوسف أخبرهم بالرؤيا فحسدوه لذلك فإنه مناف للآية الكريمة وسوء الظن بيوسف حيث استكتمه أبوه. ഇവിടെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ സഹോദരങ്ങൾക്ക് ശത്രുത വരാനുള്ള കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം കണ്ട സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നം യാക്കൂബ് നബി എന്ത് പറഞ്ഞിട്ടുണ്ട്? സഹോദരങ്ങളോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ സ്വപ്നം അവരോട് പറയുകയും ആ പറഞ്ഞതിന്റെ പേരിൽ അസൂയ വന്നപ്പോൾ അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചത് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അത് ഈ ആയത്തിന്റെ ആശയത്തിന് നേരെ വിപരീതമാണ്, അത് ശരിയല്ല എന്ന് പറയാം. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉപ്പ മറച്ചു വെക്കണം എന്ന് പറഞ്ഞൊരു കാര്യം എന്ത് ചെയ്യില്ല, പറയില്ല. യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക് ഫയകീദു ലക കൈദ. എന്ത് ചെയ്യരുത്, സഹോദരങ്ങളോട് പറയരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? യാഖൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഫയൂസുഫ് അബറു വഅഖലു മിൻ അൻ യുഖ്ബിറഹും ബിഹാ. യൂസുഫ് നബി അലൈഹി സ്വലാം ഉപ്പാനെ അനുസരിക്കുന്ന ഒരു മകനാണ്, ബുദ്ധിയുള്ള മകനാണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കാര്യം സഹോദരങ്ങളെ അറിയിക്കില്ല. വലാകിൻ കസീറും മിനൽ ഇസ്രാഈലിയാത്ത് തറൂജു അലാ കസീരിൻ മിനൻ നാസ് മഅ അൻ അഖല്ല തഅമ്മുൽ ഫി النصوص الشرعية يعلمهم ببطلانها. ധാരാളം ഇസ്രായേലിയാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എന്നാൽ ശറഇന്റെ അടിസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അത് അതിനെതിരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വൽ മഖ്സൂദ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നല്ലദീ ഹമല ഇഖ്വതു യൂസുഫ് അലാ മാ ഫഅലു ഹുവ തമീസ് യാഖൂബ് ലിയൂസുഫ്. ഇവിടെ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിനെയും യൂസുഫ് നബിയെയും തെറ്റിക്കണമെന്നുള്ളതാണ് അവര് ഈ ചെയ്യാനുള്ള കാരണം. ومع هذا فلا يحل هذا الامر الشنيع وهم يعلمون انه لا يحل لهم. അവർക്ക് അറിയാം ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ശരിയല്ല, അത് തെറ്റാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. വലാകിന്നഹും ഖാലു, പക്ഷെ അവർ പറഞ്ഞു ഇഫ്അലു ഹാദൽ ജുർമൽ അദീം വതൂബു ഇലല്ലാഹി ബഅദഹു. അവർ പറഞ്ഞു ഇത് ഈ ഒരു അക്രമം നമുക്കിപ്പോ ചെയ്യാം, പിന്നെന്ത് ചെയ്യാം, തൗബ ചെയ്ത് മടങ്ങാം. കാരണം അവർ പറഞ്ഞ വാക്കെന്താണ്, വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, സാലിഹീങ്ങളായ വ്യക്തികളാവാം. ഇത് പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. പല ആളുകളും എന്തെങ്കിലും പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, അവർ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇപ്പോഴീ പാപം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങാം, അതുകൊണ്ട് ഇപ്പോൾ ഈ പാപം ചെയ്യാം എന്ന് പലരും പറയാറുണ്ട്. പറയാണ് വഹാദാ ലാ യഹില്ലു അയ്വാഖിഅൽ അബ്ദു ദംബ ബിഅയ്യി ഹാലത്തിൻ യകൂൻ. ഒരു കാരണം കൊണ്ടും തൗബ ചെയ്ത് മടങ്ങുക എന്ന് വിചാരിച്ചു പോലും ഒരു പാപം ചെയ്യുക എന്നുള്ളത് ഒരു അടിമക്ക് അനുവദനീയമാവുകയില്ല. അത് ഹറാമാണ്, അത് തെറ്റാണ്. വലൗ അദ്മറ അന്നഹു സയതൂബു മിൻ, അവൻ തൗബ ചെയ്ത് മടങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ പോലും فالذنب يجب اجتنابه فاذا وقع وجب التوبة منه. പാപം എന്നുള്ളത് അകറ്റേണ്ട, ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇനി സംഭവിച്ചു പോയാൽ തൗബയും നിർബന്ധമാണ്. വലഅല്ല മിൻ ഹിക്മത്തില്ലാ വറഹ്മതിഹി ബിയഅഖൂബ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ മഹത്തായ ഹിക്മത്തും യാഖൂബ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള റഹ്മത്തിലും പെട്ട കാര്യമാണ്. മാ ഖദ്ദറഹു അലൈഹി മിനൽ ഫുർഖത്തി അല്ലതി അഹ്ദസത് ലഹു മിനൽ ഹുസ്നി വൽ മുസീബത്തി മാ അഹ്ദസത് റിഫഅത ലിമഖാമാതിഹി ഫിദ് ദുനിയ വൽ ആഖിറ. യാഖൂബ് നബി അലൈഹി ഇസ്ലാം അനുഭവിച്ച ആ ദുഃഖം, മകനെ വേർപിരിഞ്ഞുകൊണ്ട് അനുഭവിച്ച ദുഃഖവും മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദുനിയാവിലും പരലോകത്തിലുള്ള സ്ഥാനം ഉയർന്നു. വലിതകൂനു നിഅമതു ഇൻദ ഹുസൂലിൽ ഇജ്തിമാഇ ലഹൽ മൗഖിഅൽ അക്ബർ വശുക്റൽ കസീർ വസ്സനാ അലല്ലാഹി ബിഹാ. ആ അവസാനം മക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അത് മഹത്തായ ഒരു കാര്യമാവുകയും അള്ളാഹുവിനെ നന്ദി കാണിക്കാനും അള്ളാഹുവിനെ സ്തുതിക്കാനും സാധിച്ചു. വലിയസില വലദുഹു യൂസുഫ ഇലാ മാ വസല ഇലൈഹി മിനൽ മഖാമാതിൽ ജലീല. തന്റെ മകനായ യൂസുഫ് ഈ മഹത്തായ ദറജയിൽ എത്തുകയും ചെയ്തു. എന്നിട്ട് സഅദി റഹിമഹുല്ലാഹ് പറയാണ്, കൊടുക്കുകയാണ് വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറായ ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്കറിയില്ല, അള്ളാഹുവിനാണ് അറിയുക. കാരണം മകൻ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ മക്കൾക്കിടയിൽ പ്രശ്നമുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് ദുഃഖം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം അവസാനത്തിൽ വലിയ ഖൈറുകളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ നമ്മൾ അനുഭവിക്കുന്ന വലിയ ഞെരുക്കവും വലിയ കഷ്ടപ്പാടും വലിയ ബുദ്ധിമുട്ടുകളും അതിനുശേഷം വരാനിരിക്കുന്നത് വലിയ ഒരു ആശ്വാസമായിരിക്കും, അതിലേക്കുള്ള വഴിയായിരിക്കും. അപ്പോ അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അപ്പോ ആ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്തും റഹ്മത്തും കൊണ്ട് യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന് യാഖൂബ് നബിയുടെ സ്ഥാനം ദുനിയാവിലും ആഖിറത്തിലും ഉയർന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും മഹത്തായ സ്ഥാനത്ത് കാണാനും സാധിച്ചു. അടുത്ത് വമിനൽ ഫവായിദ്,
ഈ കഥയിൽ നിന്നുള്ള മറ്റൊരു ഫായിദയായി പറയുന്നു, അൽ ഹസ്സു അലാ തഹർറുസി മിമ്മാ യുഖ്ശാ ദററുഹു. ഒരടിമ അവൻ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാകുമെന്ന് കരുതുകയാണെങ്കിൽ അതിനൊരു മുൻകരുതൽ എടുക്കണം എന്ന് ഈ കഥയിൽ നിന്ന് ഒരു പാഠമുണ്ട്. എന്താണ്? ലിഖൗലിഹി, ഏതായത്താണ്? സൂറത്ത് യൂസുഫിലെ 5-ാമത്തെ ആയത്ത്. യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക് ഫയകീദു ലക കൈദാ. ഇവിടെ യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയാണ്, മകനോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ഈ സ്വപ്നം എന്ത് ചെയ്യരുത്, സഹോദരങ്ങളോട് പറയരുത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നിന്നെ എന്തെങ്കിലും അപകടപ്പെടുത്തും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അതൊരു മുൻകരുതലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ദോഷം ബാധിക്കുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മനുഷ്യൻ മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, എല്ലാ കാര്യവും അള്ളാഹുവിന്റെ ഖളാവും ഖദറിന്റെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. പക്ഷേ മനുഷ്യന് അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു ദോഷമുണ്ടാകും എന്നൊരു വിഷയമുണ്ടെങ്കിൽ അതിൽ ചെന്ന് വീഴാതെ എന്ത് കാര്യമാണെങ്കിലും അതിന് മുൻകരുതൽ എടുക്കണം എന്ന് ഈ കഥയിൽ നിന്നുള്ള ഒരു പാഠമാണ്. സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, വമാ ഫീഹാ മിന തഅകീദ് അലൈഹിം ഫീ ഹിഫ്ളിഹി ഹീന അർസലഹു മഅഹും ثم عند إرسال أخيه بنيامين بعد ذلك أخذ عهودهم ومواثيقهم على ذلك. ഇവിടെ ആ സംഭവത്തിന് ശേഷം പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊണ്ടുപോയി, ആ സംഭവങ്ങൾ ഉണ്ടായല്ലോ. അവസാനം രണ്ടാമത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അനിയനായ ബിന്യാമീനെ കൂടി ഒപ്പം പറഞ്ഞയക്കണം എന്ന് പറയുമ്പോ യാഖൂബ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ അള്ളാഹിനെ മുൻനിർത്തി എനിക്കൊരു കരാറ് തരണം, ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കൊണ്ടുവരുന്ന എനിക്ക് ഉറപ്പ് തന്നാലേ ഞാൻ തരുകയുള്ളൂ. അതായത് ഒരു മുൻകരുതലായിട്ട് എടുത്തതാണ്. ഫലിൻസാനു മഅ്മൂറുൻ ബിൽ ഇഹ്തിറാസ്. മനുഷ്യന്റെ മേലെ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും മുൻകരുതൽ എടുക്കണം. അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് ഇടപെടുമ്പോ എന്താണോ അതിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ അത് എടുക്കണം. അത് അവന് ഉപകരിച്ചാൽ അതൊരു ഉപകാരം ഉണ്ടായി. ഇനി അതുകൊണ്ട് ഒന്നും ഉപകരിച്ചില്ല, അള്ളാഹിന്റെ ഖദർ എന്താണോ നടന്നു, പക്ഷെ എന്തില്ല, അവന് സ്വന്തത്തിൽ ഒരു ആക്ഷേപിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഒരു ചെയ്യാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, അപ്പൊ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അപ്പൊ അത് അങ്ങനെ ആയാൽ മതിയായിരുന്നു. പക്ഷെ എന്താണ് മുൻകരുതലുകൾ എന്താണോ അതിന് രക്ഷയായിട്ട് എടുക്കേണ്ടത് അത് എടുക്കണം എന്ന് ഈ കഥയിൽ നിന്നുള്ള ഒരു ഫായിദയായിട്ട് സഅദി റഹിമഹുല്ലാഹ് പറയാണ്. വമിൻഹ, അതുപോലെ തന്നെ أن من الحزم إذا أراد العبد فعلا من الأفعال أن ينظر إليه من جميع نواحي ويقدر كل احتمال ممكن. അതായത് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ, അവൻ നല്ലൊരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പ്രവർത്തനത്തിന് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തു കൂടി അതിനെ കൃത്യമായി പരിശോധിച്ചിട്ട് അതിൽ എന്തെല്ലാമാണോ അവന് സാധിക്കുക ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആ പ്രവർത്തനം ചെയ്യാൻ. എന്താണ് പറയുന്നത്? വഇന്നൽ ഇഹ്തിറാസ ബിസൂഇ الظن ലാ യദുറു ഇദാ ലം യുഹഖിഖ്. ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സൂഉ ബൻ ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഇപ്പോ പിന്നെ ഒന്നുകൂടി വായിച്ച ക്ലിയർ ആവും. ബൽ യഹ്തരിസു മിൻ കുല്ലി ഇഹ്തിമാലിൻ യുഖ്ശാ ദററുഹു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ ഒരാളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചോ ഇത് അങ്ങനെയാകുമോ എന്നൊരു സൂഉ ബന്ന് ഉണ്ടാവുക, കൃത്യമായി ഉറപ്പിക്കാതെ ഒരാളെ പറ്റി നമ്മൾ ഒരു കാര്യം ഏൽപ്പിക്കുക, അപ്പൊ അയാളെ പിന്നെ പറ്റിയിട്ട് പിന്നെ അയാൾ ഇങ്ങനെ തന്നെയാണ് എന്ന് ധരിക്കാതെ ഇയാൾ ഇങ്ങനെ ഒരാളാകുമോ എന്ന് സൂഉ ബന്ന് ഉണ്ടാകാം. അത് തെറ്റല്ല. എപ്പോൾ? വലൗ തവമ്മന വന്നസു ബിൽ ഗൈരി ഇദാ കാനത് അൽ ഖറാഇ തദുല്ലു അലൈഹി വതഖ്ദി. ആ സംശയിക്കാൻ എന്തെങ്കിലും ഒരു കാരണം അയാളുടെ മേലുണ്ടെങ്കിൽ, അതായത് ഒരാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു സൂഅ ആവാം. അയാളിൽ ആ സംശയിക്കാൻ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു കാര്യം മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉദാഹരണം എന്താണ്? കമാ ഫി ഹാദിഹിൽ ആയ വകമാ ഖവിയത്തുൽ ഖറായിനു ഫി ഖൗലിഹി. സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്താണ്. അതിൽ കാണാം യാഖൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയാണ്, ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ. തന്റെ മറ്റൊരു മകനായ ബിന്യാമീനെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ യാഖൂബ് നബി മക്കളോട് പറയാണ്, ഞാൻ മുമ്പ് യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിച്ചതുപോലെ ഇപ്പോഴും വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? അവിടെ യഥാർത്ഥത്തിൽ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന് എന്താണ്?
മക്കളെ കുറിച്ചുള്ള ഒരു സൂഉബന്നാണ്. അതിന് കാരണമുണ്ട്, മുൻപ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. فإنه سبق لهم في أخيه ما سبق فلا يلام يعقوب إذا ظن بهم هذا الظن. കാരണം പിന്നെ മുൻപ് അവരങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സൂഖം തന്നെ ഉണ്ടായതുകൊണ്ട് യാതൊരു ആക്ഷേപവും ഈ വിഷയത്തിൽ യാക്കൂബ് നബിയുടെ മേലെയില്ല. وإن كانوا في الأخ الأخير لم يجد منهم تفريط ولا تعد. ഇനി ഈ മറ്റേ സഹോദരനെ കൊണ്ടുപോയാലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളതിൽ സംശയിക്കുന്നതിൽ എന്തല്ല, തെറ്റല്ല. അതായത് ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മുൻകരുതലിന്റെ ഭാഗമാണ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ മുൻപ് നമുക്ക് അതുപോലെ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ അയാളുടെ മേലെ ഒരു സംശയം ഉണ്ടാവുക, ഒരു സൂഖം തന്നെ ഉണ്ടാവുക. അത് ഉറപ്പിച്ചിട്ടാവരുത്, ഇയാൾ അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതാവരുത്. പക്ഷെ ഒരു സൂഖം തന്നെ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ഇഹ്തിറാസിന്റെ മുൻകരുതലിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറയുകയാണ്. കാരണം ഇത് വേണം, മുമ്പൊരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ. വമിൻഹ മറ്റൊരു ഫായിദ അൽ ഹദ്റു മിനൽ ദുനൂബ്, പാപങ്ങളെ തൊട്ടിട്ടുള്ള ഗൗരവമായ താക്കീതാണ് ഈ കഥയിലുള്ളത്. ഖുസൂസൻ അസ്ദുനൂബ് അല്ലതി യതറത്തബു അലൈഹാ ദുനൂബുൻ ഉഖർ. ഏതുപോലെയുള്ള പാപങ്ങൾ? പ്രത്യേകിച്ച് ഒരു പാപം ചെയ്തു, ആ പാപം വീണ്ടും അടുത്തടുത്ത പാപങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ പാപങ്ങളെ കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വയതസൽസലു ശർറുഹ, അതിന്റെ ദോഷം തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. കമാ ഫഅല ഇഖ്വതു യൂസുഫ ബിയൂസുഫ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആ സഹോദരങ്ങൾ ചെയ്തതുപോലെ അവരൊരു പാപം ചെയ്തു, പക്ഷെ അതിന്റെ ഫലമായിട്ട് കുറെ പാപങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വന്നു. എന്തൊക്കെയാണ്? ഫഇന്ന നഫ്സ ഫിഅലിഹിം ഫീഹി ഇദ്ദത്ത് ജറായിം. കാരണം അവരാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് എന്തൊക്കെ ദുൽമുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഫി ഹഖില്ല, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അള്ളാഹു ഒരു നഫ്സിനെ ഉപദ്രവിക്കലാണ്. വഫി ഹഖി വാലിദൈഹി വഖറാബതിഹി, അവരുടെ മാതാപിതാക്കളോടും കുടുംബക്കാരോടുമുള്ള ഹക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട്. വഫി ഹഖ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഹക്കിനോടുള്ള വീഴ്ചയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഹക്കിനോടുള്ള വീഴ്ചയാണ്. ثم يتسلسل كذبهم كلما جرى ذكر يوسف وقضيته أخبروا بهذا الكذب الفظيع ولهذا حين تابوا وخضعوا وطلبوا من أبيهم السماع. കാരണം പിന്നീട് ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഈ കളവ് അവർക്ക് എന്ത് ചെയ്യാണ്? ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. കാരണം ചില ജന്മകൾ അങ്ങനെയാണ്, ഒരു വട്ടം ചെയ്തു പോയാൽ അതിനെ ന്യായീകരിക്കാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ പാപങ്ങളിലൂടെ തന്നെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അവരൊരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ പിന്നീട് തന്റെ ഉപ്പാനോട് പൊറുക്കലിനെ തേടണമെന്ന് പറയുമ്പോൾ അവസാനത്തിൽ അവർ പറഞ്ഞു, ഖാലു യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഉപ്പാനോട് പറയാണ്, ഉപ്പ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. അവര് ചെയ്തത് ഒരു തെറ്റാണ്, പക്ഷെ അതിന്റെ ഫലമായി ചെയ്തതിനെല്ലാം ദുനൂബ്, ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി എല്ലാം ഇസ്തിഗ്ഫാർ തേടണമേ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മറ്റൊരാളോട് ചെയ്യുന്ന ദുൽമിൽ അല്ലെങ്കിൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അക്രമമായിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യം കൊലപാതകമാണ്. മറ്റൊരു നഫ്സിനെ കൊല്ലലാണ്. അതിനുള്ള ഗൗരവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹക്കിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബക്കാരോടുള്ള ഹക്കിൽ വീഴ്ച വന്നിട്ടുണ്ട്, ആ വ്യക്തിയുടെ ഹക്കിലും വീഴ്ച വന്നിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിനോടുള്ള ഹക്ക് ഒരാൾക്ക് തൗബ ചെയ്താൽ എന്ത് ചെയ്യും? അള്ളാഹു തആല തൗബ നസൂഹാണെങ്കിൽ അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും. കുടുംബക്കാരോടുള്ളത് അവർക്ക് പകരം പണം നൽകിയോ അല്ലെങ്കിൽ അവർ പുറത്തു കൊടുത്തിട്ടോ അത് ഒഴിവായി കിട്ടും. പക്ഷേ കൊല്ലപ്പെട്ട വ്യക്തിയോടുള്ളത് നാളെ പരലോകത്ത് ഖിസാസ് നടപ്പിലാക്കണം. അയാളിന്ന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. കട്ടെടുത്താ പണം തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തിനു ദൈവത്ത് പറഞ്ഞ അയാളോട് പോയിട്ട് ക്ഷമ ചോദിക്കുക, വേറെ എന്തൊക്കെ ചെയ്യാം. പക്ഷെ അയാൾ കൊല്ലപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് തീർച്ചയായിട്ടും അയാൾ എതിരായി നിൽക്കും. അപ്പൊ അങ്ങനെ ചില പാപങ്ങൾ ഗൗരവം കൂടുതലാണ്, അതാണ് അടുത്ത് പറയുന്നത്. അപ്പൊ തുടർച്ചയായി പാപങ്ങൾ കൂടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള തിന്മകൾ പ്രത്യേകം സൂക്ഷിക്കണം, എല്ലാ പാപങ്ങളെയും സൂക്ഷിക്കണം. അത് ഈ കഥയിൽ നിന്നുള്ള ഈ സൂറത്തിൽ നിന്നുള്ള ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാ കൊടുക്കുകയാണ്. അടുത്തത് വമിൻഹ അന്ന ബഅദ അശ്ശർരി അഹ്വനു മിൻ ബഅദ്. ഇത് പൊതുവായിട്ടുള്ള ഒരു ചൊല്ലിൽപ്പെട്ട കാര്യമാണ്. ചില ഷർറുകൾ മറ്റു ചില ഷർറിനേക്കാൾ ലഘുവായിരിക്കും.
ചില ദോഷങ്ങൾ മറ്റുള്ള ദോഷത്തിനേക്കാൾ ലഘുവായിരിക്കും. അവിടെ എന്താണ് പറയാൻ കാരണം? فحين اتفقوا على التفريق بين يوسف وأبيه ورأى أكثرهم أن القتل يحصل به الإبعاد الأبدي. ഇവിടെ ആ സഹോദരങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലലാണ് ഉപ്പയിൽ നിന്ന് എന്നും അകറ്റാനുള്ള മാർഗമെന്ന് അവർ പറഞ്ഞു. പക്ഷേ അതിലൊരാൾ പറഞ്ഞു, ഖാല ഖായിലും മിൻഹും ലാ തഖ്തുലു യൂസുഫ്, യൂസുഫിനെ നിങ്ങൾ കൊല്ലണ്ട. വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ് യൽതഖിഹു ബഅദു സയ്യാറത്തി ഇൻ കുൻതും ഫാഇലീൻ. എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു പൊട്ടക്കഞ്ചിലോ കൊണ്ടുപോയിടാം. ആരെങ്കിലും ഇനി വന്ന് എടുത്തു കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അവിടെ കൊല്ലുക എന്നുള്ളത് വലിയ ഷർറാണ്. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞൊരു ഷർറിലേക്ക് അതിനെ മാറ്റി. ഫഖഫഫ ബിഹി അശ്ശറു അൻഹും, അവർ ചെയ്യാൻ പോയ വലിയൊരു ഷർറിൽ നിന്ന് അതിനെ ഒന്ന് ചെറുതാക്കി. അതുപോലെ തന്നെ വലിഹാദ ലമ്മാ വറദത്തിസ് സയ്യാറത്തുൽ മാഅ, അതുപോലെ തന്നെ യാത്രാ സംഘം യൂസുഫ് നബി അലൈഹി ഇസ്ലാം കിടക്കുന്ന പൊട്ടക്കിണറ്റില് വെള്ളത്തിന് വേണ്ടി വന്ന സമയത്ത് വാദില വാരിദഹും ദൽവ തബശ്ശറ ബിവുജൂദിഹി വഖാല ഹാദാ ഗുലാം, അവരാ ഇത് ഇറക്കിയപ്പോ അതിൽ കുട്ടിയെ കണ്ടപ്പോ അവർ സന്തോഷിച്ച് പറഞ്ഞു, ഇതാ ഒരു കുട്ടിയുണ്ട് ഇതില്. വകാന ഇഖ്വതുഹു ഹൗലഹു, പക്ഷേ ആ കോരിയ ആളുടെ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു, ഫഖാലു ഇന്നഹു ഗുലാമുൻ അബിഖ മിന്നാ, ആ കുട്ടി നമ്മളെ കണ്ട് പേടിച്ചു പോകുന്ന ഒരു കുട്ടിയാണ്. വതബായഉ മഅഹും, നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ വിൽക്കാൻ കൊണ്ടുവന്ന ഈ ചരക്കിന്റെ ഒപ്പം ഇവനെ എന്ത് ചെയ്യാം? വിറ്റ് കൊടുക്കാം. ഇവനെ വിറ്റ് ആർക്കെങ്കിലും കൊടുക്കാം. എന്ത് ചെയ്യണ്ട? ഇവന് പേടിക്കുന്ന അവസ്ഥയിലാകണ്ട. അതാണ് പിന്നീട് പറഞ്ഞത്, വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദത്തിൻ വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറഞ്ഞ ഒരു വിലക്ക് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു വിറ്റ് അവർ ഒഴിവാക്കി, അവരുടെ ചരക്കുകളോടൊപ്പം. കാരണം യൂസുഫ് നബി അലൈഹി അവരോടൊപ്പം കൂടുതൽ ബുദ്ധിമുട്ടി ഭയപ്പെടുന്ന ഒരു അവസ്ഥയാകുമെന്ന് പേടിച്ചിട്ട്. വഇന്നമാ ഖസ്ദഹും ഇബ്ആദഹു വതഅകീദ അലാ മുസ്തരീഹി മിൻഹും, അവരുദ്ദേശിച്ചത് എന്താണ്? അവരിൽ നിന്ന് മാറ്റി വേറെ ആരെങ്കിലും അവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രീതിയിൽ വാങ്ങുക എന്നുള്ളതാണ്. സൂറത്തൻ അയ്യഹ്തഫിള ബിഹി ലഅല്ലാ യഹ്റം, അവൻ ഭയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന കാര്യം, ഷർറ് ഗൗരവമുള്ള ഷർറുകൾ ഉണ്ടാവും, അതിൽ കുറഞ്ഞതും ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിന്നെ ഉലമാക്കൾ പൊതുവെ പറയാറുള്ള കാര്യമാണ്, ചില പാപങ്ങളിൽ ചില ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും, അവർ വീണ്ടും അതിൽ വീണു പോകും. അങ്ങനെയുള്ള ആളുകൾ അത് ഒഴിവാക്കാൻ പരിശ്രമിക്കണം. ഇനി ഒഴിവാക്കാൻ പൂർണ്ണമായി പറ്റുന്നില്ല എങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം, അതിന്റെ ആ എത്ര അളവിലാണോ പാപം ചെയ്യുന്നത് അതിന്റെ അളവിനെ കുറയ്ക്കുക. ചിലപ്പോ പിന്നെ ആ പാപം ചെയ്യുന്നത് എത്ര അളവാണോ അതിനെ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ ഷർറ് എന്നുള്ളത് കുറയ്ക്കുക എന്നുള്ളത് ദീനിന്റെ പൊതുവായിട്ടുള്ള താല്പര്യമാണ്. അപ്പോ ഏതൊരു കാര്യത്തിലും ചില ഷർറുകൾ മറ്റേതിനേക്കാൾ കുറഞ്ഞതാണ്. അതാ പറയുന്നത്, കൊല്ലാൻ പറഞ്ഞിടത്ത് കൊല്ലണ്ട എന്ന് പറയുമ്പോൾ ഒരു ഷർറിനെ കുറച്ച് കാണിക്കുന്നിടത്ത് അവിടെ സഹായിച്ചു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ ലുത്ഫില്ലാഹ്, അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ അനുകമ്പയിൽപ്പെട്ട കാര്യമാണ്, അന്നല്ലദീ അഖദഹു ബാഅഹു ഫി മിസ്ര അലാ അസീസിഹാ ഫഹീന റആഹു റഗബ ഫീഹി ജിദ്ദൻ വഹബ്ബഹു വഖാല ലിംറഅതിഹി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കാണിച്ച അങ്ങേയറ്റത്തെ ലുത്ഫിൽപ്പെട്ട കാര്യങ്ങൾ പറയാണ്. അവിടെ മിസ്റിൽ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി കച്ചവട ചരക്കായിട്ട് യൂസുഫിനെ അടിമയായി കണ്ടപ്പോൾ ആ അസീസിന് അങ്ങേയറ്റ താല്പര്യം തോന്നുകയും ആ അസീസ് തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു, അക്രിമീ മസ്വാ അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ, ഇവന് നല്ല രീതിയിൽ ഇവൻ എന്ത് ചെയ്യണം? നോക്കണം. ഇവനെ നമുക്കൊരു മകനായിട്ട് സ്വീകരിക്കുന്ന രീതിയിൽ ഇവനെ നോക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫബക്കിയ മുക്കറമൻ, അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വീട്ടിൽ താമസിച്ചത് ആദരണീയനായിക്കൊണ്ടാണ്, കേവലം അടിമയായിട്ടല്ല, നല്ലൊരു അവസ്ഥയിലാണ്. ബാക്കിയുള്ള ഞെരുക്കങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാതെ അതിൽ നിന്നെല്ലാം ഒഴിവായിട്ടാണ്. അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കാണിച്ച അങ്ങേയറ്റത്തെ അനുകമ്പയാണ്. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. ഇവിടെ പല ദീനിന്റെ നിയമങ്ങളും സ്വപ്നവ്യാഖ്യാനവും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നല്ല സൗകര്യം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആ അസീസിന്റെ വീട്ടിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അഥവാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ചില തർബീയത്തുകളുണ്ട്. നമുക്ക് ആവശ്യമായ ഏറ്റവും നല്ല സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നമ്മെ ആക്കുക എന്നുള്ളത്.
അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ദീനിന്റെയും അതുപോലെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെയും എല്ലാം അറിവ് പഠിക്കാൻ വേണ്ടി മറ്റുള്ള തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് നല്ല സൗകര്യം അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. فكان تفرغه عند العزيز من أسباب تعلمه للعلوم النافعة ليكون أساسا لما بعده من الرفعة في الدنيا والآخرة. അവിടെ യഥാർത്ഥത്തിൽ അസീസിന്റെ വീട്ടിൽ മറ്റുള്ള തിരക്കുകൾ ഒഴിഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ നിന്നു എന്നുള്ളതാണ് ആ ഇൽമു പഠിക്കാനും പിന്നീട് ആ ഉയർച്ച ലഭിക്കാനും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തിലെത്താനും കാരണമായത്. കമാ അന്ന റുയാഹു മുഖദ്ദിമത്തുൽ ലുത്ഫ്, ഏതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടത് അള്ളാഹുവിന്റെ അനുകമ്പയായതുപോലെ. വകമാ അന്ന അല്ലാഹ ഔഹാ ഇലൈഹി ഹീന അൽഖാഹു ഇഖ്വതുഹു ഫിൽ ജുബ്, പൊട്ടക്കിണറ്റിൽ സഹോദരങ്ങൾ എറിഞ്ഞ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അറിയിച്ചിട്ടുണ്ടായിരുന്നു, ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. പൊട്ടക്കിണറ്റിൽ കിടക്കുകയാണ്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ഇസ്ലാമിനോട് അള്ളാഹു കാണിച്ച മഹത്തായ ലുത്ഫിൽ, അനുകമ്പയിൽ, കാരുണ്യത്തിൽപ്പെട്ട കാര്യമാണ് പൊട്ടക്കിണറ്റിൽ ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ, നീ ഒരു ദിവസം നിന്റെ സഹോദരങ്ങളോട് ഈ കാര്യത്തെ പറ്റി അറിയിക്കും. വഹും ലാ യശ്ഉറൂൻ, അവരതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത അവസ്ഥയിൽ, അവരീ ചെയ്തതിനെ കുറിച്ച്, തന്റെ സഹോദരനെ പൊട്ടക്കിണറ്റിൽ ഇട്ടതിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്തൊരവസ്ഥയിൽ നീ ഇതിനെക്കുറിച്ച് അറിയിക്കുമെന്ന് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അത് പറയാണ്, വഹാദിഹി ബിശാറത്തുൻ ലഹു ബിന്നജാതി മിമ്മാ ഹുവ ഫീ, അതൊരു സന്തോഷ വാർത്തയാണ്. അന്ന് അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള സന്തോഷ വാർത്തയാണ്. വന്നഹു സയസിലു ഇലാ അൻ യുനബ്ബിഅഹും ബിഅംരിഹിം വഹും ലാ യശ്ഉറൂൻ, ഇതിനെക്കുറിച്ച് നീ അവർക്ക് അറിയിക്കുന്ന ഒരു അവസ്ഥ വരും എന്നുള്ള അറിയിപ്പാണ്. വഖദ് വഖഅ ദാലിക ഫീ ഖൗലിഹി, പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിന്റെ ആ രാജാവിന്റെ പദവിയിൽ നിൽക്കുമ്പോൾ സഹോദരങ്ങൾ വന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നുണ്ട്, ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. അവർക്കറിയില്ല ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് തങ്ങളുടെ സഹോദരൻ യൂസുഫാണെന്ന് അവർക്കറിയില്ല. രാജാവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്, ഹൽ അലിംതും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മാ ഫഅൽതും ബിയൂസുഫ് വഅഖീഹി, യൂസുഫിനെയും സഹോദരനെയും കൊണ്ട് നിങ്ങൾ ചെയ്തത്, ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ ജാഹിലീങ്ങളായിരുന്ന കാലത്ത്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, അൻത യൂസുഫ്, നീയാണോ യൂസുഫ്? അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ്, ആന യൂസുഫ് വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരനുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പൊട്ടക്കിണറ്റിൽ ഇട്ട കാര്യം ഒരു ഓർമ്മയില്ലാത്ത ഒരു സന്ദർഭത്തിൽ അള്ളാഹ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അറിയിച്ചു, നീ ഇതിനെപ്പറ്റി അവരെ അറിയിക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം, അതിനെല്ലാം തുറവി ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് തഖ്വയും സബറും നമ്മൾ അള്ളാഹിനോട് ഇഹ്സാനും ചെയ്യുന്ന നല്ല അടിമകളാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം എന്ത് എന്നുള്ളതല്ല, അള്ളാഹു അത് മാറ്റാൻ കഴിവുള്ളവനാണ്. അപ്പൊ അള്ളാഹു തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കാണിച്ച മഹത്തായൊരു കാരുണ്യമാണത്. ഇലാ ആഖിരിലായ ആ സംഭവങ്ങളെല്ലാം അള്ളാഹുവിന്റെ ആ കാരുണ്യവും അള്ളാഹു കാണിക്കുന്ന അനുകമ്പയുമെന്നും ഒരാൾക്ക് അപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ മനസ്സിലായിക്കൊള്ളുന്നില്ല, പിന്നീടായിരിക്കും അതിന്റെ അവസാനം എന്താണ് എന്ന് മനസ്സിലാവുക. അപ്പോ ഈ കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ നമ്മുടെ ജീവിതവുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതവുമായിട്ട്, ഓരോരുത്തരുടെയും ജീവിതമായിട്ട് ഇത് ബന്ധിപ്പിക്കാൻ സാധിക്കും. ആലോചിക്കുന്ന, തഫക്കുർ ചെയ്യുന്ന, തദബ്ബുർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. അത് തന്നെ ഇമാം സഅദി റഹിമഹുള്ള പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ചിന്തിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അതുപോലെ അള്ളാഹുവിന്റെ ഹിക്മത്തും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ലുത്ഫും അള്ളാഹുവിന്റെ തദ്ബീറും അള്ളാഹു അവന്റെ കാര്യം നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണിത്, ഒരു കഥയാണിത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദർസുകളിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.